നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാലി ടീച്ചർ മികച്ച അധ്യാപകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി. 2023-24 വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. പാഠ്യേതര രംഗങ്ങളിലെ പ്രവർത്തനം പരിഗണിച്ചും മാതൃകാ ക്ലാസ് അവതരണം, അഭിമുഖം എന്നിവയിലെ പ്രകടനം കൂടി വിലയിരുത്തിയുമാണ് അവാർഡ്. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൺവീനറും SCERT, SSK, SIET എന്നീ സ്ഥാപനങ്ങളിലെ ഡയറക്ടർമാരും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൈറ്റ്, പ്രൊഫസർ കാർത്തികേയൻ നായർ മുൻ ഡയറക്ടർ, ഹയർ സെക്കൻഡറി വിഭാഗം അംഗങ്ങളുമായ സമിതിയാണ് സംസ്ഥാന അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് ജേതാക്കൾക്ക് നൽകുന്നത്. നിലമ്പൂർ MLA PV അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ADGP MR അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റാതെ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. മലപ്പുറത്ത് പോലീസ് ക്വാർട്ടേഴ്സിലെ മരമുറി കേസ് ഒതുക്കാൻ PV അൻവർ MLAയെ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ച പത്തനംതിട്ട SP സുജിത് ദാസിനെയും സസ്പെൻഡ് ചെയ്യാതെ നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുക്കി. ADGP അജിത് കുമാറിനെ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളിൽ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് നേരിട്ട് അന്വേഷണം നടത്തുക. പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനോട് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. പത്തനംതിട്ട SP സ്ഥാനത്ത് VG വിനോദ് കുമാറിനെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. പത്തനംതിട്ട SPക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചാൽ അത് മറ്റു 2 പേർക്കെതിരെയും ശക്തമായ നടപടിയെടുക്കാൻ സമ്മർദ്ദമേറ്റുമെന്ന കാരണത്താലാണ് SPക്കെതിരായ നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയതെന്നും ആരോപണം ഉയരുന്നുണ്ട്. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ NCPയിൽ സമ്മർദ്ദം. തോമസ് കെ തോമസ് MLA ആണ് മന്ത്രിസ്ഥാനത്തിനായി പടയൊരുക്കം നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിന് PC ചാക്കോയുടെ പിന്തുണയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രിസ്ഥാനത്തു നിന്ന് മാറേണ്ടി വന്നാൽ താൻ MLA സ്ഥാനവും രാജിവെക്കും എന്നാണ് ശശീന്ദ്രന്റെ ഭീഷണി. ഇതോടെ വിഷയത്തിൽ അന്തിമ തീരുമാനം ശരത് പവാറിന് വിട്ടതായാണ് സൂചന. എന്നാൽ AK ശശീന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം NCP സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തിട്ടില്ലെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. അത്തരം ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ശരത് പവാറാണെന്നും കൊച്ചിയിൽ നടന്ന ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിൽ മന്ത്രിയെ മാറ്റാൻ ഒരു ചർച്ചയും നടന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം ആരോപണ വിധേയരെ രക്ഷിക്കാനെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. മുഖ്യമന്ത്രിയുടെയും ഓഫീസിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നും സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ചുള്ള അന്വേഷണം സ്വീകാര്യമല്ലെന്നും കേസ് CBIക്ക് വിടണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരായ PV അൻവറിന്റെ ആരോപണത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പൊട്ടിച്ചിരിച്ച് KC വേണുഗോപാൽ. കേസ് കോടതി മുൻപാകെ വന്നല്ലോ എന്നും താൻ ആരെയും ഭയപ്പെടുന്നില്ലെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. അതേസമയം ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. MLA PV അൻവറിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ വിമർശനവുമായി മുൻ ഇടതു സ്വതന്ത്ര MLA കാരാട്ട് റസാഖ്. P ശശി ധിക്കാരിയും അഹങ്കാരിയുമാണെന്നും പദവി ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരുടെ കൊള്ളയ്ക്കും കൊലയ്ക്കും P ശശി സംരക്ഷണം നൽകുകയാണെന്നും പാർട്ടിക്കാർക്കല്ല കള്ളന്മാർക്കും കൊള്ളക്കാർക്കുമാണ് ശശി പരിഗണന നൽകുന്നതെന്നും റസാഖ് പ്രതികരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്തും. 12 മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് മേൽനോട്ട സമിതിയുടെ ഇന്നലെ ചേർന്ന യോഗം തീരുമാനമെടുത്തു. കേരളത്തിന്റെ നിരന്തര ആവശ്യമായിരുന്നു വിശദമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന. ഇതിനാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടത്തണമെന്നാവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി കളക്ടർക്ക് നിവേദനം നൽകി. NTBR സൊസൈറ്റി യോഗം വിളിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് കളക്ടർ വള്ളംകളി സംരക്ഷണ സമിതിക്ക് ഉറപ്പു നൽകി. സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് ആലുവയിലെ വീട്ടിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ആരോപണത്തിൽ നടൻ ബാബുരാജിനെതിരെ കേസെടുത്തു. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അടിമാലി പോലീസാണ് കേസെടുത്തത്. ഉപദ്രവിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മാത്രമാണ് തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായതെന്നും തനിക്ക് അറിയാവുന്ന മറ്റു പെൺകുട്ടികൾക്കും ബാബുരാജിൽ നിന്ന് സമാന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ ആരോപിച്ചു. നടൻ ജയസൂര്യ ലൈംഗികാതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. തൊടുപുഴ പോലീസാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി നടിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. തനിക്കെതിരെ ഉയരുന്ന ലൈംഗികാതിക്രമ കേസിൽ പ്രതികരണവുമായി നടൻ സുധീഷ്. ജൂനിയർ ആർട്ടിസ്റ്റായ നടിയുടെ ആരോപണത്തിൽ വിശദമായ മറുപടി പറയുമെന്നും ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്നും വൈകാതെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ അറിയിക്കുമെന്നും സുധീഷ് വിശദീകരിച്ചു.
മലപ്പുറം SP ശശിധരനെതിരെ പരാതിയുമായി ബാബുരാജിനെതിരെ ലൈംഗിക പീഡനം ആരോപിച്ച യുവതി രംഗത്ത്. മലപ്പുറം SP ശശിധരനെതിരെ നടപടി ആവശ്യപ്പെട്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ യുവതി പരാതി നൽകി. വിവരം നേരത്തെ അറിഞ്ഞിട്ടും ശശിധരൻ കുറ്റം മറച്ചുവെച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. MLA മുകേഷിന് ജാമ്യം നൽകരുതെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. ബലാത്സംഗ ആരോപണമാണ് MLAക്കെതിരെ ഉയർന്നിരിക്കുന്നതെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. ഹർജിയിൽ ഇന്നും വാദം തുടരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. അഭിഭാഷകരായ A. ജന്നത്ത്, അമൃത പ്രേംജിത്ത് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന അന്വേഷണവും CBIക്ക് കൈമാറണമെന്നാണ് ഹർജിയിലെ ആവശ്യം. പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിതാര BJPയിൽ ചേർന്നു. തൃശൂർ സ്വദേശിയായ ഇദ്ദേഹം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോ സംസ്ഥാന വ്യാപകമായി സെപ്റ്റംബർ 5 മുതൽ 14 വരെ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ 5 വൈകിട്ട് 5 മണിക്ക് കിഴക്കേക്കോട്ട EK നയനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 6 മാസത്തോളമായി കോമയിൽ കഴിയുന്ന 9 വയസ്സുകാരിക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കുട്ടിയുടെ ചികിത്സയ്ക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നും വീണ ജോർജ് പ്രതികരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപകമായ നേരിയ തോതിലോ അല്ലെങ്കിൽ ഇടത്തരമായതോ ആയ മഴ ലഭിക്കും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ 4 തീയതി വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. കിഴക്കൻ വിദർഭയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപകമായ നേരിയ തോതിലോ ഇടത്തരമോ ആയ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ 4 തീയതി വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. കിഴക്കൻ വിദർഭയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുള്ളതിനാലാണ് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ ബലാത്സംഗ കേസ് പ്രതികൾക്ക് വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമ ഭേദഗതിക്ക് ബംഗാൾ സർക്കാർ നടപടി തുടങ്ങി. അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024 ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ഇതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം ഇന്നലെ തുടങ്ങി. മുഖ്യമന്ത്രി മമതാ ബാനർജി ബിൽ സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. കൊൽക്കത്ത RG കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി. വനിതാ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട RG കർ ആശുപത്രിയിലെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് CBI അന്വേഷണം നടത്തുന്നുണ്ട്. ആശുപത്രിയിലേക്ക് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിയതിലെ ക്രമക്കേട് ഉൾപ്പെടെയാണ് അന്വേഷിക്കുന്നത്. രൂക്ഷമായ മഴക്കെടുതിയിൽ വലഞ്ഞ് ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങൾ. മഴക്കെടുതിയിൽപ്പെട്ട് ആന്ധ്രാപ്രദേശിലെ 17 പേരും തെലങ്കാനയിൽ 10 പേരും മരിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെയും മിന്നൽ പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആവശ്യപ്പെട്ടു. ആന്ധ്രയിൽ വെള്ളം കയറിയ താഴ്ന്ന മേഖലകളിൽ നിന്ന് ഏതാണ്ട് 13,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചെന്നാണ് കണക്ക്. റെയിൽവേ ട്രാക്കുകളിലും റോഡുകളിലും വെള്ളം കയറിയതോടെ കേരളത്തിലേക്ക് ഉൾപ്പെടെയുള്ള 140 തീവണ്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി 13,966 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാൻ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. ജമ്മു കാശ്മീരിലെ സുൻജ്വാനിൽ സൈനിക കേന്ദ്രത്തിന് നേരെ ഭീകരരുടെ വെടിവെപ്പ്. ഒരു സൈനികന് പരിക്കേറ്റു. ഭീകരരെ കണ്ടെത്താനായി സൈന്യം പ്രദേശത്ത് വ്യാപക തിരച്ചിൽ തുടങ്ങി. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 3ാം സ്വർണം. പുരുഷ ജാവലിൻ ത്രോ F64 വിഭാഗത്തിൽ സുമിത് ആന്റിൽ സ്വർണം നേടി. പാരാലിമ്പിക് റെക്കോർഡായ 70.59 മീറ്റർ ദൂരമെറിഞ്ഞാണ് സുമിത് 1ാം സ്ഥാനത്തെത്തിയത്. പുരുഷ സിംഗിൾസ് ബാഡ്മിന്റൺ SL3 ഇനത്തിൽ നിതേഷ് കുമാറും ഇന്നലെ സ്വർണം നേടിയിരുന്നു. ഇതോടെ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 14 മെഡലുകളായി. 3 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവുമാണ് ഇന്ത്യ ഇതുവരെ നേടിയത്.